സോ ഗൈസ്, അപ്പോൾ നമ്മുടെ കയ്യിലതേ ബ്ലാക്ക് മാജിക്കിൻ്റെ കളർ പാനൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കതിൻ്റെ ഹാൻഡ്സ് ഓൺ റിവ്യൂ എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ പറയാനാണെങ്കിൽ നമുക്കതേ അതിൻ്റെ ഡിസൈനാണ് ആക്ച്വലി നമ്മളെ ഭയങ്കര ഇമ്പ്രസീവായിട്ട് നമ്മളിലേക്ക് അട്രാക്ട് ചെയ്യുന്ന മെയിൻ കാര്യം അതിൻ്റെ ഡിസൈനാണ്. ആക്ച്വലി ഇത് ഭയങ്കര എർഗണോമിക്കലായിട്ടാണ് ഡിസൈൻ ചെയ്തേക്കുന്നത്. അതായത് മിനി പാനൽ തന്നെ ചെറിയ രൂപത്തിലേക്ക് വന്ന് അങ്ങനെ ഉണ്ടാവും. കുറച്ചും കൂടി അത്യാവശ്യം അതിൻ്റെ സിമിലർ എന്നാൽ അങ്ങോട്ട് എത്തിയില്ല എന്നാൽ അങ്ങനത്തെ രീതിയിലുള്ളൊരു ഡിസൈൻ. ടോട്ടലി പറഞ്ഞാൽ സിമ്പിളാണ്. ഏറ്റവും ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സംഭവം പോർട്ടബിളാണ്. ബ്ലൂടൂത്ത് ഉണ്ട്, ലാപ്ടോപ്പ് വഴിയൊക്കെ കണക്ട് ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇനി ചാർജ് ചെയ്യുന്ന ജസ്റ്റ് പ്ലഗ് ചെയ്താൽ മതി, ചാർജ് ചെയ്യാം. ഇപ്പോൾ ചാർജിങ് പോർട്ട് ഇവിടെ ഉണ്ട്. ജസ്റ്റ് ഇവിടെ ഒരു ബാക്കിൽ ഒരു ബട്ടൺ ഉണ്ട് ബ്ലൂടൂത്തിൻ്റെ, അത് ജസ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലൂടൂത്ത് ഓൺ ആവും. ഇനി ഇതിൻ്റെ മോഡലിലോട്ട് വരുവാണെങ്കിൽ വളരെ കോമ്പാക്റ്റ് ആയിട്ടൊരു മോഡലാണ്. മുമ്പത്തെ മൈക്രോ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി ചെറുതാണ്, എന്നാൽ അത്യാവശ്യം ബിൽഡ് ക്വാളിറ്റിയൊക്കെ സൂപ്പറാണ്. ആക്ച്വലി ഇത് മെറ്റൽ എന്നാണ് തോന്നുന്നത്, ഈ വീല് മെറ്റലാണെന്ന് ഞാൻ തോന്നുന്നത്. ബോൾസ് പ്ലാസ്റ്റിക് കണ്ടിട്ട് ഫീൽ ചെയ്യുന്നത്. വീൽസ് അത്യാവശ്യം മെറ്റൽ ഫീൽ ഉണ്ട്, നല്ല രസമുണ്ട് വർക്ക് ചെയ്യാൻ. ആക്ച്വലി നല്ല ഫ്ലോ ഉണ്ട്. ആക്ച്വലി ജസ്റ്റ് തിരിക്കുമ്പോൾ ഭയങ്കര സ്മൂത്താണ്. അപ്പോൾ നമുക്ക് ഡാവിഞ്ചിലോട്ട് ഫസ്റ്റ് ഇത് കണക്ട് ചെയ്യുന്നത് അങ്ങനെ നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ ജസ്റ്റ് കണക്ട് ചെയ്യുമ്പോൾ ഇത് വർക്കാവില്ല. നമുക്ക് ആദ്യം അത് കൺട്രോൾ സർഫേസ് ആദ്യം എനേബിൾ ചെയ്ത് കൊടുക്കണം. ആദ്യം നമ്മൾ നേരെ പ്രിഫറൻസിൽ പോകാം. നേരെ പ്രിഫറൻസിൽ പോയിട്ട് സിസ്റ്റം സെറ്റിങ്സിൽ നോക്കാം. അതിൽ കൺട്രോൾ പാനൽ ഓൾറെഡി ഉണ്ടാവും. ലെഫ്റ്റ് സൈഡിൽ കാണാം ഓരോ മെമ്മറി, GPU, മീഡിയ സ്റ്റോറേജ്, ഡീകോഡ് ഓപ്ഷൻ, വീഡിയോ ആൻഡ് ഓഡിയോ, വീഡിയോ പ്ലഗിൻ, ഓഡിയോ, കൺട്രോൾ പാനൽ. അതിനകത്ത് സെലക്ട് ദിസ് പാനൽ ഫോർ ഗ്രേഡിങ്. അതായത് ബ്ലൂടൂത്ത് ആയതുകൊണ്ടും പിന്നെ വയർഡായിട്ട് ബാറ്ററി ഇൻബിൽറ്റ് ഉള്ളതുകൊണ്ട് തന്നെ ബാറ്ററി ചാർജ് കാണിക്കുന്നുണ്ട് 100%. കാരണം നമ്മൾ കണ്ടിന്യൂസ് കണക്ട് ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ ഇതിൽ നമ്മൾ ഏതാണ് കണക്ട് ചെയ്തേക്കുന്നത് അത് കാണിച്ചു കൊടുക്കണം. അപ്പോൾ ജസ്റ്റ് എടുക്കാം. ജസ്റ്റ് വേറെ എന്തെങ്കിലും കിടപ്പുണ്ടാവും, എണ്ണായിരിക്കും കിടപ്പുണ്ടാവും കണക്ട് ചെയ്തിട്ടില്ലെങ്കിൽ. അപ്പോൾ അഡ്വാൻസ് പാനലുണ്ട്, അഡ്വാൻസ് പാനൽ 2 ഉണ്ട്. അപ്പോൾ ലേറ്റസ്റ്റ് വന്നേക്കണം. റിസോൾവിൻ്റെ മിനി പാനൽ USB എതർനെറ്റ് വഴി കണക്ട് ചെയ്യണം. എങ്ങനെയാണ് അങ്ങനെ മൈക്രോ പാനൽ അത് മുമ്പുണ്ടായിരുന്നു, അതായത് ഈ വേർഷൻ്റെ മുമ്പുണ്ടായിരുന്നു. ഇപ്പോൾ വന്നിരിക്കുന്നത് ഡാവിഞ്ചി റിസോൾവ് മൈക്രോ കളർ പാനൽ എന്ന് എഴുതിയേക്കണം. മൈക്രോ പാനലല്ല, മൈക്രോ കളർ പാനൽ എന്ന് എഴുതിയേക്കണം. ശമ്പത് ക്ലിക്ക് ചെയ്യാം. അതിന് മുമ്പ് ടാൻജൻ എന്നുകൊണ്ട് വേറെ ഡിവൈസുകളുണ്ട്. ഇതുപോലെ കൺട്രോൾ സർഫേസ് ആയിട്ടും കൺട്രോൾ പാനലായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതെല്ലാ സോഫ്റ്റ്വെയർസിലും വർക്കാവും. ഇത് ഡാവിഞ്ചി ഉള്ളിയാണ്. നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക, സേവ് കൊടുക്കുക. ഓരോ സംഭവങ്ങൾ ലൈറ്റ്സ് തന്നെ കത്തും. കണക്ട് ആയി കഴിയുമ്പോൾ തന്നെ ലൈറ്റ് കത്തും. ലൈറ്റിനെ കത്തിക്കാൻ സംഭവം റെഡിയായി ആക്റ്റീവായിട്ട് നടത്താം. അപ്പോൾ നമുക്ക് നേരെ കളർ പേജിലേക്ക് ചുമ്മാ പോകാം. അത് ഫുൾ സ്ക്രീൻ ഇടാൻ പറ്റും. ഫുൾ സ്ക്രീൻ ഇടുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ചുമ്മാ കോൺട്രാസ്റ്റും കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുകയാണ്. അതെ ഉണ്ടോ, ജസ്റ്റ് ഡാർക്ക് ആവുന്നു, ഷെയ്ഡ്സ് ഒക്കെ ആഡ് ആവുന്നു, ഹൈലൈറ്റ്സ് ബ്ലോൺ ആവുന്നു, ഉണ്ടോ, മിഡ് അഡ്ജസ്റ്റ് ആവുന്നു. ഈ 3 സംഭവങ്ങളാണ്. ആക്ച്വലി നിങ്ങൾക്ക് അറിയാലോ, ലിഫ്റ്റ്, ഗാമ, ഗെയിൻ, അങ്ങനെയാണ്. അതായത് ഹൈലൈറ്റ്, മിഡ് ടോൺ, ഷാഡോ, അങ്ങനെയാണ് വർക്ക് ആവുന്നത്. നമുക്ക് ഒരേ സമയം ഇത് ജസ്റ്റ് ഇങ്ങനെ കൺട്രോൾ ചെയ്യാം. മിഡ് മാത്രം അഡ്ജസ്റ്റ് ചെയ്യാം, ഇതാക്കാം. ജസ്റ്റ് ബോൾസ് അഡ്ജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ കണ്ടോ ടോണിനെ മാറും, കാര്യങ്ങൾ മാറും. എല്ലാം സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാമെന്നുള്ള കൺട്രോൾ ഭയങ്കര ഫാസ്റ്റ്, അതായത് യുണീക്കായിട്ട് പ്രിസൈസായിട്ട് ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ്. അതായത് സാറ്റുറേഷൻ നോബ് ഉണ്ട്, കാണിച്ചിടാം. സാറ്റുറേഷൻ നോബ് ഉണ്ട്, സാറ്റുറേഷൻ കൂട്ടാം, സാറ്റുറേഷൻ ക്ലീൻ ആക്കി ഡൗൺ ചെയ്യാം. സിമ്പിളി ഇവിടെ നമുക്ക് ചെയ്യാം. ഹ്യൂ ചേഞ്ച് ചെയ്യാം, ടൂമ മിക്സ് ഉണ്ട്, ഹൈലൈറ്റ്സ് ഉണ്ട്, ഷാഡോസ് ഉണ്ട്. ഷാഡോസ് മാത്രം ലിഫ്റ്റ് ചെയ്യണമെങ്കിൽ ഷാഡോസ് മാത്രം ലിഫ്റ്റ് ചെയ്യാം. അഡീഷണലി കളർ ബൂസ്റ്റ് ഉണ്ട്, അത് പറഞ്ഞുതരാം. മിഡ് ഡീറ്റെയിൽ ഉണ്ട്, പിവോട്ട് ഉണ്ട്, കോൺട്രാസ്റ്റ് ഉണ്ട്, കോൺട്രാസ്റ്റ് ആഡ് ആകാം. അല്ലെങ്കിൽ നമുക്ക് ഇൻഡിവിജ്വലി ലുമിനൻസ് മാത്രം അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ, കളേഴ്സ് മൂവ് ആവാതെ ലുമിനൻസ് മാത്രം അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ അതിനും നല്ല ഓപ്ഷൻ ഉണ്ട്. വൈ ലിഫ്റ്റ് ഉണ്ട്, വൈ ഗാമ ഉണ്ട്, വൈ ഗെയിൻ ഉണ്ട്. സെപ്പറേറ്റ് ചെയ്യാം. പിന്നെ എൻ്റെ മെയിൻ ഹൈലൈറ്റ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ അത്യാവശ്യമുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കീസ്, അതായത് പ്യുവർലി സെറ്റ് ചെയ്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് നമുക്കൊരു മിനി പാനൽ ഇല്ലെങ്കിലും അത്യാവശ്യം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. മിനി പാനലായിട്ട് കമ്പയർ ചെയ്യല്ല, മിനി പാനലിന് അടുത്ത് നിൽക്കുന്നൊരു ഇതുണ്ട്. കാരണം തൊട്ട് മുന്നിലുള്ള മൈക്രോ മോഡലിൽ ഇത്ര ഫീച്ചേഴ്സ് ഉണ്ടായില്ല, നോബ്സ് ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ സംഭവങ്ങൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ കീസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ നോബ്സ് എല്ലാം ഉണ്ടായിരുന്നു, കീസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് വളരെ യൂസ്ഫുൾ ആയിട്ടാണ് വന്നേക്കുന്നത്. ഗ്രാബ് വന്നിട്ടുണ്ട്, അത് സ്ക്രീൻ ഗ്രാബ് ചെയ്യാം. വൈപ്പ് സ്റ്റിൽ ചെയ്തിട്ടുണ്ട്, അത് നമുക്കിത് വൈപ്പ് ചെയ്ത് കാണാം. നമുക്ക് സ്ക്രീൻ ഗ്രാബ് ചെക്ക് ചെയ്യണമെങ്കിൽ, നമുക്കത് വൈപ്പ് ചെയ്ത് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇതിനകത്തുള്ളത് പ്ലേ ബട്ടൺ ജസ്റ്റ് ആക്റ്റീവ് ആക്കുക. പ്ലേ ബട്ടൺ പ്രസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് വൈപ്പ് എന്നുള്ള തൊട്ടടുത്തുള്ള വൈപ്പ് എന്നുള്ള കീ പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ട് നമ്മൾ ഗെയിൻ വീല് റൊട്ടേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കത് വൈപ്പ് ചെയ്ത് കാണാൻ പറ്റും. പിന്നെ ജസ്റ്റ് ഓട്ടോ കളർ എന്തിനാണ് കൊടുത്തേക്കണമെന്ന് എനിക്കറിയില്ല. അത് എന്താണ് അതിൻ്റെ പർപ്പസ് എനിക്ക് മനസ്സിലായില്ല. പോട്ടെ, അത് വിട്ടേക്കാം. നമുക്കിതിപ്പോൾ ഗെയിൻ, ഗാമ, ലിഫ്റ്റ് അങ്ങനെയാണ് ഇത് വരുന്നത്. നമുക്കിത് ടെമ്പറേച്ചറും ടിൻറ്റും ഓഫ് സെറ്റും വർക്ക് ചെയ്യണം. കാരണം ഇവിടെ 4 വീലുണ്ട്, നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. ഗെയിൻ, ഗാമ, ലിഫ്റ്റ് അല്ലാതെ ഓഫ് സെറ്റ് ഉണ്ട്. അത് വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ജസ്റ്റ് ഓഫ് സെറ്റ് എന്നൊരു ബട്ടൺ ഇവിടെ ഉണ്ട്, ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നോബ് ടെമ്പറേച്ചറായിട്ട് മാറും, ഈ നോബ് ടിൻറ്റായിട്ട് മാറും, ഇത് ഓഫ് സെറ്റായിട്ട് മാറും.
ഞാൻ കാണിച്ചു തരാം. ടെമ്പറേച്ചറായിട്ട് മാറില്ല, ടെമ്പറേച്ചർ മാത്രം മൂവ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇവിടെ നോക്കി കാണാം, ടെമ്പറേച്ചർ മാത്രം മൂവ് ആവുന്നുണ്ട്, കണ്ടില്ലേ? ബാക്കിയൊന്നുമില്ല, അനങ്ങുന്നില്ല. നെക്സ്റ്റ് മൂവ് അനക്കിക്കഴിഞ്ഞാൽ ടിൻഡ് അനങ്ങുന്നതാണ്. നെക്സ്റ്റ് അനക്കിക്കഴിഞ്ഞാൽ ഓഫ് സെറ്റ് മാത്രം മൂവ് ചെയ്യുന്നതാണ്. ബോൾസ് അനക്കിക്കഴിഞ്ഞാൽ കണ്ടോ, ഓഫ് സെറ്റ് മാത്രമേ മൂവ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ കൺട്രോളായിട്ട് വർക്ക് ചെയ്യും. ഒരു അഡീഷണൽ സപ്പോർട്ട് കീ വെച്ചിട്ട് നമുക്ക് അടുത്ത ഓപ്ഷനിലോട്ട് പോകാൻ എളുപ്പമാണ്. ഓഫ് സെറ്റ് ഓഫ് ആയി കഴിഞ്ഞാൽ പഴയ പോലെ ലിഫ്റ്റ് ആവും, ഗാമ ആവും, ഗെയിൻ ആവും. നെക്സ്റ്റ് ഫീച്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലാണ്ട് ഷിഫ്റ്റ് കീസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് കാണാം 2 ഷിഫ്റ്റ് കീസ് കൊടുത്തിട്ടുണ്ട്. 2 ഷിഫ്റ്റ് കീസിൻ്റെ ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ഹോൾഡ് ചെയ്തിട്ട് നമ്മൾ നോർമൽ കീബോർഡിലെ പോലെ തന്നെ ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തിട്ട് നമുക്ക് അടുത്ത ഒരു നോബ്സിനെയും അടുത്ത ഓപ്ഷനാക്കി മാറ്റാൻ പറ്റും. അതായത് ഇതിലിപ്പോൾ നോഡ് കൊടുത്തിട്ടുണ്ട്, ആഡ് നോഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നോക്കി നിങ്ങൾക്ക് കാണാം, ഈ നോഡിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഒരു സീരിയൽ നോഡ് ആഡ് ആയി. തൊട്ടടുത്ത് തന്നെ ആഡ് വിൻഡോ ഉണ്ട്. നമുക്ക് ഏത് നോഡിലാണോ സെലക്ട് ചെയ്യുന്നത് അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ പവർ വിൻഡോ വന്നു. കീ ഫ്രെയിമിനുള്ള ബട്ടൺ കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഈ സംഭവം അല്ല വേണ്ടത്, അതായത് ഈ റൗണ്ടഡ് വിൻഡോ അല്ല വേണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ ഷിഫ്റ്റ് പിടിച്ചിട്ട് ആഡ് വിൻഡോ എടുത്തതിനാൽ സ്ക്വയർ വരും, സ്ക്വയർ ആഡായി. സെയിം തന്നെ നമ്മൾ ഷിഫ്റ്റ് പിടിച്ചിട്ട് ആഡ് നോഡ് കൊടുത്തതിനാൽ പാരലൽ വരും. ഡൗൺ ഷിഫ്റ്റ് കീ പിടിച്ചിട്ടാണ് ആഡ് നോഡ് അടിക്കുകയാണെങ്കിൽ ലെയർ മിക്സർ നോഡ് വരും. അപ്പോൾ നമുക്കതും വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള 2 നോട്ട്സാണ് ഈ രണ്ടും. അപ്പോൾ നമുക്ക് രണ്ടും എളുപ്പത്തിൽ ആക്സസ് ചെയ്യാൻ പറ്റും. ഒരു കളേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഫാസ്റ്റായിട്ട് കിട്ടേണ്ട സാധനങ്ങളുണ്ടാവും. അപ്പോൾ ഇതൊക്കെ നമുക്ക് പഴയ കയ്യെത്തുന്ന ദൂരത്ത് ജസ്റ്റ് സിമ്പിളായിട്ടൊരു അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എളുപ്പത്തിൽ ആക്സസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ ഇവിടെ വന്ന് എവിടെയൊക്കെയാണ് ഇരിക്കുന്നത്, കറുസിലാണ് ഇരിക്കുന്നത്, ഇവിടെ വന്ന് ക്ലിക്ക് ചെയ്ത് ഇവിടെ നിന്ന് നോക്കി ക്ലിക്ക് ചെയ്യുന്ന സമയത്തുണ്ടെങ്കിൽ നിങ്ങൾ നോക്കിയാൽ ജസ്റ്റ് ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുന്നു. ഞാനിപ്പോൾ ആഡ് വിൻഡോ എടുത്തതിനാൽ ടക്കുന്ന് ഇവിടെ വരും. വളരെ ഈസി ആയിട്ട് നമ്മൾ ആക്സസ് ചെയ്യാൻ പറ്റും. വളരെ ഫാസ്റ്റാണ്, വളരെ കൺവീനിയൻ്റ് ആണ്. പിന്നെ നോർമൽ ഉള്ള പോലെ പ്രീവിയസ് സ്റ്റില്ല്, നെക്സ്റ്റ് സ്റ്റില്ല്, പ്രീവിയസ് കീ ഫ്രെയിം, പ്രീവിയസ് നോഡ്, പ്രീവിയസ് ഫ്രെയിം, പ്രീവിയസ് ക്ലിപ്സ്, നോർമൽ അതിലുള്ളതാണ്. ഇനി അടുത്തൊരു ഓപ്ഷൻ എന്താ വെച്ച് കഴിഞ്ഞാൽ ഷിഫ്റ്റ് കീ കൊണ്ടുള്ള അടുത്തൊരു ഉപകാരം ഞാൻ കാണിച്ചു തരാം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഇതിൻ്റെ അതായത് സൂം ചെയ്യണം, ലെഫ്റ്റ് റൈറ്റ് ചെയ്യണം, അങ്ങനെ അത്യാവശ്യം പരിപാടികളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കളർ പേജിൽ മാത്രമേ ഈ സംഭവം വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ കളർ പേജിലുള്ള അഡീഷണൽ സെറ്റപ്പുകൾ നമുക്ക് എങ്ങനെ വർക്ക് ചെയ്യണമെന്ന് നോക്കാം. നമുക്ക് ജസ്റ്റ് ഷിഫ്റ്റ് പിടിക്കാം. നമുക്കതിപ്പോൾ അതിൻ്റെ അലൈൻമെൻറ്റ് കാര്യങ്ങളിലൊക്കെ സൈസിങ്ങിലോട്ട് ഇൻപുട്ട് സൈസിങ്ങിലോട്ട് പോകാം. ജസ്റ്റ് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും, ഇവിടെ നിന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഷിഫ്റ്റ് പിടിച്ചു, ജസ്റ്റ് റൊട്ടേറ്റ് ചെയ്ത് ഗെയിൻ വീല് റൊട്ടേറ്റ് ചെയ്താൽ സംഭവം സൂം ആവും. ഞാൻ ഗാമ വീല് റൊട്ടേറ്റ് ചെയ്തതിനാൽ അത് റൊട്ടേറ്റ് ആവും, ഇമേജ് റൊട്ടേറ്റ് ആവും. അപ്പോൾ നമുക്കത് അങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതിനുശേഷം നമുക്കൊരു നോഡിൽ ഒരു വിൻഡോ ആഡ് ചെയ്ത് നോക്കാം. പിന്നെ ജസ്റ്റ് നോഡിൽ ഒരു വിൻഡോ ആഡ് ചെയ്തു. ഇനി നമുക്ക് ഈ പവർ വിൻഡോയുടെ വേണമെങ്കിൽ കൺട്രോൾസ് നമുക്ക് ഇത് തന്നെ ചെയ്യാൻ പറ്റും. നമ്മൾ ഷിഫ്റ്റ് അപ്പ് പിടിക്കാൻ ജസ്റ്റ് ഗെയിൻ വീൽ ഇതാക്കി കഴിഞ്ഞാൽ വിൻഡോ സൂം ആവുന്ന കാണാം, ഗെയിൻ ചെയ്ത് റൊട്ടേറ്റ് ആവുന്നതാണ്. അതായത് ഇമേജിൽ സംഭവിക്കുന്ന സെയിം പ്രൊസീജിയർ പവർ വിൻഡോയിൽ സംഭവിക്കുന്നു, അത്രേ ഉള്ളൂ. ഇതിൻ്റെ അഡീഷണൽ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് സോഫ്റ്റ് ആക്കാനും പറ്റും. ജസ്റ്റ് നമ്മുടെ ലിഫ്റ്റ് ഒന്ന് ഇതാക്കി കൊടുത്താൽ, റൊട്ടേറ്റ് ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് കാണാം, സ്പ്രെഡ് ചെയ്യാം, വലുതാക്കാം, റൊട്ടേറ്റ് ചെയ്യാം, എന്ത് വേണേൽ ചെയ്യാം. അതായത് എല്ലാത്തിലും വർക്കാവും. വിൻഡോസിൽ എല്ലാത്തിലും ഇത് വർക്കാവും. പവർ വിൻഡോ ആഡ് ചെയ്തപ്പോഴാണ് ഇതിൽ മെയിൻ ഒരു സംഭവം ആഡ് ചെയ്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈലൈറ്റ്. നമുക്ക് സെലക്ട് ചെയ്തേക്കണ പവർ വിൻഡോ കൊടുത്തേക്കണ പോർഷൻ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കും. അതിനുള്ളൊരു ഓപ്ഷൻ അതുണ്ട്. അത് കളേഴ്സ് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് സംഭവങ്ങളാണ് ഇത്. ഹൈലൈറ്റ് ചെക്കിങ്, ബൈപ്പാസ്, ഡിസേബിൾ ഒക്കെ. അപ്പോൾ ഹൈലൈറ്റ് ഓപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, സ്ക്രീൻ ഗ്രാബ് കൊടുത്തിട്ടുണ്ട്. അതായത് സ്ഥിരമായിട്ട് കളറിസ്റ്റ് എങ്ങനെയാണോ വർക്ക് ചെയ്യുന്നത് ആ മൈൻഡ് സെറ്റിൽ വെച്ചിട്ടാണ് ഈ സംഭവം ഡിസൈൻ ചെയ്തേക്കുന്നത്. സ്ഥിരമായിട്ട് ഒരു കളറിസ്റ്റ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന രണ്ട് കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈപ്പാസും ഡിസേബിളുമാണ്. നമുക്ക് നോഡിൽ ചുമ്മാ ജസ്റ്റ് ഗ്രേഡ് ചെയ്ത് നോക്കി, നമ്മൾ ജസ്റ്റ് സംഭവത്തിൽ ഗ്രേഡ് ചെയ്തെന്ന് വിചാരിക്കുക. നമ്മളെന്തെങ്കിലും സംഭവത്തിൽ ഗ്രേഡ് ചെയ്തൂടെ, ഒരു ഗ്രീൻ ടിൻ ഉണ്ടാക്കി. നമുക്കത് മുമ്പ് എന്തായിരുന്നു ആ നോഡ് മാത്രം ഓഫ് ചെയ്ത് നോക്കണമെങ്കിൽ ഡിസേബിൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു റെഡ് കളറിൽ ആക്റ്റീവ് ആവും, ഉണ്ടാവും. ആ നോഡ് ഓഫായി. അപ്പോൾ അതിലുള്ള എന്താണ് നമുക്ക് ചെയ്ത കറക്ഷൻ അത് ഓഫാവും. അപ്പോൾ നമുക്ക് മനസ്സിലാവും മുമ്പ് ഇങ്ങനെയായിരുന്നു, ഇതിങ്ങനെയായിരുന്നു. സിമ്പിളായിട്ട് നമുക്ക് സംഭവം മനസ്സിലായി. അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ പഴയ പോലെ ആവും. അതെല്ലാം നമുക്ക് മൊത്തത്തിൽ, അതായത് നമ്മൾ ഫസ്റ്റ് ലുക്ക് എങ്ങനെയായിരുന്നു, ഗ്രേഡൊക്കെ ആഡ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ലുക്ക് എങ്ങനെയായിരുന്നു നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ബൈപ്പാസ് ക്ലിക്ക് ചെയ്തതിനാൽ ഫസ്റ്റ് എങ്ങനെയായിരുന്നു അറിയാം, ലാസ്റ്റ് എങ്ങനെയാണെന്ന് അറിയാനായിട്ട് ബൈപ്പാസ് ഓഫ് ചെയ്യാം, പഴയ പോലെ ഇരിക്കും. പിന്നെ ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ്സ് നമ്മൾ ചെയ്തെന്ന് വിചാരിക്കാം. ജസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ചെയ്തെന്ന് വിചാരിക്കാം. ലൈറ്റ്സ് ഓഫ് ആക്കി ജസ്റ്റ് ഞങ്ങൾ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് റീസെറ്റ് ലിഫ്റ്റ്, റീസെറ്റ് ഗാമ, റീസെറ്റ് ഗെയിൻ. അപ്പോൾ ഈ മൂന്നും ഒരുമിച്ച് വർക്ക് ചെയ്യുന്നത്. അതായത് ലുമിനൻസ് വാല്യൂം കളർ വാല്യൂം കൂടെ ഒരുമിച്ചാണുള്ളത്, അല്ലാണ്ട് അത് ഇൻഡിവിജ്വലായിട്ടല്ല വർക്ക് ചെയ്യുക. അത് റീസെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലുമിനൻസ് വാല്യൂം പോവും, അതേപോലെ തന്നെ അതിൻ്റെ കളർ വാല്യൂ സ്റ്റോപ്പ് ആവും. ഇപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇത് ഹൈലൈറ്റ്സ് ഞാൻ ഒരു ടോണിലേക്ക് പിടിച്ചു, ആ വിൻഡോ കിടക്കുന്നുണ്ട്, ആ പൊസിഷൻ മാത്രമേ വരുള്ളൂ. അതിപ്പോൾ എന്ത് സംഭവിച്ച്
അത് നമ്മൾ ഗെയിനിൽ മാത്രം ആക്റ്റീവ് ആക്കണം. ഞാൻ ഷെയ്ഡിൽ കളർ അഡ്ജസ്റ്റ് ചെയ്യുന്നില്ല, ഷെയ്ഡ് മാത്രം ചുമ്മാ കൂട്ടി മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഒന്ന് പുഷ് ചെയ്യുന്നുണ്ട്. മിഡ് മാത്രം ഞാൻ അപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മിഡിൽ ഞാൻ ചെറുതായിട്ടൊന്ന് വേറെ ടോൺ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കിയോ, ഞാൻ ഗെയിൻ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ഗെയിൻ മാത്രമാണ് വർക്ക്. അത് ഗെയിൻ ഫുള്ള് റീസെറ്റ് കണ്ടോ, അതിൻ്റെ ടോണും പോയി, അതിൻ്റെ ബ്രൈറ്റ്നസ് വാല്യൂം പോയി. ഇപ്പോൾ നമുക്ക് ഷിഫ്റ്റിൽ അതിൻ്റെ ബ്രൈറ്റ്നസ് വാല്യൂ മാത്രമേ ഉള്ളൂ. അത് സെറ്റ് ചെയ്യുമ്പോൾ നോക്കി ബ്രൈറ്റ്നസ് ബാലൻസ് ചെയ്യും. ഞാൻ ഗാമ ഒന്ന് പുഷ് ചെയ്ത് വെച്ചതുകൊണ്ട് ഇപ്പോൾ നോക്കിയോ അത് ബ്രൈറ്റായി നിൽക്കുകയാണ്. അപ്പോൾ അത് റീസെറ്റ് ചെയ്താൽ അത് ബാക്ക് ടു നോർമൽ. സോ അത് മിനി പാനലിലെ പോലെ ഇൻഡിവിജ്വലോ അല്ലെങ്കിൽ അഡ്വാൻസ് പാനൽ പോലെ ഇൻഡിവിജ്വലായിട്ടല്ല ഉള്ളത്. കാരണം അതിനുള്ള പ്രൈസേ ഉള്ളൂ. അപ്പോൾ അതിലേക്ക് ഒരു മാക്സിമം നമുക്ക് തരാവുന്നതിൻ്റെ മാക്സിമം സാധനങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്കൊന്ന് ഫാസ്റ്റായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ബേസ് ഗ്രേഡ് ചെയ്ത് ഞാൻ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ നോക്കിക്കോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര ഈസി ആയിട്ടാണ് ഈ സംഭവം വർക്ക് ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. ഞാനൊരു കെട്ടുവെള്ളത്തിൻ്റെ ഒരു ഹൗസ് ബോട്ടിൻ്റെ ഒരു ക്ലിപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഒന്ന് കളർ ചെയ്ത് സിമ്പിളായിട്ട് കളർ ചെയ്ത് വെക്കാം. എനിക്കിപ്പോൾ ഫുൾ സ്ക്രീൻ ഇട്ടിട്ടും ആക്ച്വലി ഇത് ഗ്രേഡ് ചെയ്യും. അതാണ് പാനലുള്ളതിൻ്റെ ഏറ്റവും വലിയ ഗുണം. നമുക്ക് സ്ക്രീനിൽ നോക്കണ്ട, ഒരുവിധം കാര്യങ്ങളൊക്കെ ഇതിനകത്ത് തന്നെ കിട്ടും. അപ്പോൾ നമുക്കറിയാം ചെറിയ ഷെയ്ഡ്സ് ആഡ് ചെയ്യണം, കോൺട്രാസ്റ്റ് ആഡ് ചെയ്യണം, സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ജസ്റ്റ് കളർസ് നോക്കുമ്പോൾ എനിക്ക് കുറച്ചുകൂടി ബ്യൂട്ടി ആക്കാനുണ്ട് ഈ സംഭവം എന്ന് തോന്നുന്നു. നമുക്ക് ഫുൾ സ്ക്രീൻ ഇട്ട് തന്നെ അത്യാവശ്യം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം കുറേ ഓപ്ഷൻ ഒന്നും ഇതിനകത്തില്ല. അഡ്വാൻസ് പാനൽ പോലൊന്നും ഇല്ല, നിങ്ങൾക്ക് അറിയാം. അപ്പോൾ അതുകൊണ്ട് ആ ഒരു രീതിയിലൂടെ കണ്ടാൽ മതി. ബട്ട് നമുക്ക് ഫാസ്റ്റായിട്ട് ബേസ് ഗ്രേഡ് ചെയ്യാനൊക്കെ ഇത് ഫാർ ബെറ്ററാണ്. ജസ്റ്റ് നമുക്ക് ജസ്റ്റ് ഒന്ന് ഫാസ്റ്റായിട്ടും ചെയ്ത് കാണിച്ചത്. ജസ്റ്റ് ഒരേ സമയം ഞാൻ ഹൈലൈറ്റ്സ് അപ്പ് ചെയ്യുന്നു, ഷെയ്ഡ്സ് അപ്പ് ചെയ്യുന്നു, കോൺട്രാസ്റ്റ് കൊണ്ടുവരുന്നു, സാറ്റുറേഷൻ ഹൈലൈറ്റ്സ് ഒന്ന് ഇതാക്കുന്നു, സാറ്റുറേഷൻ ഒന്ന് അപ്പ് ചെയ്യുന്നു, നല്ല ലുമിനൻസ് വാല്യൂ ജസ്റ്റ് ഒന്ന് ഗെയിനിലുള്ള വാല്യൂസ് മാത്രം കളേഴ്സ് അവിടെ നിൽക്കുന്നുണ്ടോ, ലുമിനൻസ് വാല്യൂ മാത്രം ജസ്റ്റ് ചെയ്യുന്നു. സാറ്റുറേഷൻ കുറച്ച് കൂടുതൽ എനിക്കറിയാം, ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പുഷ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അതും ഗെയിൻ്റെ ബ്രൈറ്റ്നസ് ഒന്നുകൊണ്ട് ബാലൻസ് ആക്കുന്നുണ്ട്, ഗാമയുടെ ഒന്ന് ചുടി ലിഫ്റ്റ് ആക്കുന്നുണ്ട്. അത്യാവശ്യം കാര്യങ്ങൾ ചെയ്യാം, സിമ്പിളായിട്ട് ചെയ്യാം. ജസ്റ്റ് എനിക്കൊരു പുതിയ ആഡിനോട് കാണുന്നുണ്ട്, തന്നെ ആഡ് അടിച്ചാൽ ഓടുന്നു. എനിക്കൊരു പവർ വിൻഡോ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആഡ് അടിച്ചാൽ പവർ വിൻഡോ വന്നിട്ടുണ്ട്. നിങ്ങൾക്കത് കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് നോക്കിക്കോ, കണ്ടോ വന്നിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ ഇത് കാണില്ല, കാരണം ഞാൻ ക്ലീൻ ഫീഡ് ഇട്ട് വെച്ചിരിക്കുന്നത് കാണില്ല, സംഭവം വന്നിട്ടുണ്ട് ആക്ച്വലി. സോ നിങ്ങൾക്ക് മൈക്രോ പാനൽ എങ്ങനെ ഒരു ഐഡിയ കിട്ടുമെന്ന് തോന്നുന്നു. ആക്ച്വലി ഇത് വർത്താണ്. ഇതൊരു 50,000 റുപ്പീസ് മാത്രമേ ഉള്ളൂ. സോ ആക്ച്വലി 50,000 കൂടുതലാണ് എനിക്കറിയാം, ഞാൻ പറയുകയാണ്. പക്ഷേ ഒരു പ്രൊഫഷണലായിട്ട് മാറുമ്പോൾ ഇത് വളരെ വളരെ വില കുറവാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ.